ഇതിന് എനിക്ക് നല്ല സുഖമായിരുന്നു. കാരണം എനിക്ക് വേറെ ഒരു പരിപാടിയിലും ഫോക്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഗോൺ മേക്കിംഗ് ആയിട്ട് അങ്ങനെ പോവുകയായിരുന്നു. ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് എനിക്ക് എന്റെ പുര മൊത്തം വേണ്ട ഒരു അവസ്ഥയാണ്. എന്റെ കുറെ പണിസാധനങ്ങളും അതും ഇതൊക്കെ അവിടെ ഇവിടെ ഒക്കെ വാരി വലിച്ചിട്ടാണ് ഉണ്ടാവുക. പക്ഷെങ്കിൽ ഈ സമയത്ത് ഞാൻ ശരിക്കും പെടാൻ പോവുക. അതായത് ഈ ഇതിന്റെ ഒരു 1 വീക്ക് മുമ്പാണ് എന്റെ മാരേജ് വരുന്നത്. നമ്മൾ ഇതിന്റെ ഒരു 1 വീക്ക് 2 വീക്ക് മുമ്പായിരിക്കും കോൺസിന്റെ കംപ്ലീറ്റ് പ്രിപ്പറേഷൻസ് ഉണ്ടാവുക. നമ്മളൊരു 3 വീക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ആ ഒരു 1 വീക്ക് അടുപ്പിച്ച് ഭയങ്കര തിരക്കായിരിക്കും. ആ സമയത്ത് ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ പെട്ടെന്ന് വരിക ചെയ്യാം. ഈ ഓർഡർ എടുക്കാനും കോൺസ് ഉണ്ടാക്കാനും ഷിപ്പ് ചെയ്യാനും ഒക്കെ ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇവരൊക്കെ പഠിപ്പിച്ചെടുത്ത് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ബസ് ആവൂല. എനിക്ക് ഞാൻ തന്നെ ചെയ്യുകയും വേണം. കോൺസിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ മാത്രമാണ് ഞാൻ ഓലെ വിളിക്കല്. അതൊക്കെ ഞാൻ ആലോചിച്ചു ഈ പ്രാവശ്യം കോൺസിന്റെ ഓർഡേഴ്സ് ഒന്നും എടുക്കേണ്ടെന്നാ വിചാരിച്ചത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓർഡർ ഒക്കെ എടുത്ത് തുടങ്ങാം. കാര്യം എന്റെ കല്യാണം ആണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്റെ ഭാഗം കംപ്ലീറ്റ് ക്ലിയർ ആയി. ഞാനാണെങ്കിൽ ഫുൾ ഫ്രീയും ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇതിന്റെ ഓർഡർ എടുത്ത് തുടങ്ങുകയാണ് എന്നാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ഉണ്ട്. ഇതിനൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 1 വീക്ക് മുന്നേ മെസ്സേജ് അയച്ചാൽ ഞാൻ കോൺസ് അയച്ച് തരുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഓർഡർ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതായത് മെയ് 13th വരെ ഞാൻ ഓർഡർ എടുക്കുന്നുള്ളൂ. ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് പേ ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അത്രയും ഓർഡേഴ്സ് നിങ്ങൾക്ക് ഇതിനേക്ക് കയ്യിൽ കിട്ടുന്ന രീതിയിൽ ഞാൻ ഷിപ്പ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ എന്നാ കോൺസിന്റെ നെയിൽ കോൺസിന്റെ ഒക്കെ സ്റ്റേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ കോൺസ് വേണ്ടവർ ഇപ്പൊ തന്നെ നമ്മൾ ഈ കൊടുത്ത നമ്പറിലേക്കോ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്കോ മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്താൽ മതി.